കൊലപാതകത്തിനു പിന്നാലെ അവിടുത്തെ ദളിത് കോളനികളിൽ പോലീസും സാമൂഹിക വിരുദ്ധരും അഴിഞ്ഞാടുകയാണ്. അവർ ആട്ടിയോടിച്ച കോളനികളിലെ പുരുഷന്മാർ എവിടെയൊക്കെയോ ഒളിവിൽ കഴിയുന്നു. അവരുടെ വീടുകൾ കൊള്ളയടിച്ചിരിക്കുന്നു. അവിടെ സ്ത്രീകളും കുട്ടികളും ഒരു നേരത്തെ ആഹാരത്തിനു പോലും ഗതിയില്ലാതെ പട്ടിണി കിടക്കുകയാണ്. കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. ഈയിടെ കുറെ മനുഷ്യാവകാശ പ്രവർത്തകർ കോളനികൾ സന്ദർശിച്ചപ്പോഴാണ് പോലീസ് പ്രചരിപ്പിച്ച കഥകളുടെ മറുവശം കണ്ടത്. വർക്കല വടശ്ശേരിക്കോണം കോളനിയിലെ ചെല്ലമ്മയുടെ വീട് പോലീസുകാർ പൂട്ടി താക്കോലുമായി പോയിരിക്കുന്നു. ഒരു മാസത്തോളമായി ചെല്ലമ്മയും മക്കളും വീട്ടിൽ കയറാനാവാതെ കഴിയുന്നു. കൊലപാതക കേസിൽ ചെല്ലമ്മയുടെ മകനെ അറസ്റ്റ് ചെയ്തു. കൊലയ്ക്കുപയോഗിച്ച വാൾ കൊടുത്തെങ്കിലേ വീടിന്റെ താക്കോൽ തരൂ എന്നാണ് വർക്കല പോലീസിന്റെ തീരുമാനം. ചെല്ലമ്മ ഏമാന്മാരെയെല്ലാം ചെന്ന് കണ്ട് കരഞ്ഞു പറഞ്ഞു. പക്ഷേ പോലീസ് അവരെ തെറി വിളിച്ച് ആട്ടിയോടിച്ചു. ഈ കുടുംബത്തെ ആകെ ശിക്ഷിക്കാൻ നാട്ടിലെ ഏതു നിയമമാണ് പോലീസിന് അധികാരം കൊടുക്കുന്നതെന്ന് ചോദിക്കാൻ ആരുമില്ല. എന്റെ മോൻ കൊന്ന ബാളിഞ്ഞതാന്ന് പറഞ്ഞു. ഞാൻ ബാള് ഞാൻ എത്തിച്ചില്ല, കണ്ടിട്ടുമില്ല. എന്റെ മോൻ ഇവിടുന്ന് 5 മക്കളാണ് ഇവിടുന്ന് പിടിച്ചോണ്ട് പോയത്. 2 മണി സമയത്ത് ഇവിടുന്ന് 5 മക്കളാ അവർ ക്ലാസ് കൂടെ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് 5 മക്കളെ പിടിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ പറഞ്ഞ് നിങ്ങളെ മോനെ കൊണ്ടുപോവേന്ന്. 5 പേരെയും കൂടെ കൊണ്ടുപോയിട്ട് ഒരു 10 മിനിറ്റിനകം വെച്ച് ഈ വീട്ടിൽ കൊണ്ട് തരും. ഒന്നൊക്കെ വേവിച്ച് പിടിക്കാൻ ഒരു കഞ്ഞിക്കലം പോലും ഇല്ല. എല്ലാം നുള്ളിപ്പിറക്കൊണ്ട് പോയി. നമ്മളെ മക്കളെ എല്ലാം ഓടിച്ച് നമുക്ക് ഇനി കിടക്കാൻ പോലും ഇല്ല. എല്ലാം നശിപ്പിച്ച് കൊലക്കേസിന്റെ തെളിവുകൾ സ്വന്തമായി ഉണ്ടാക്കുന്ന പോലീസിനെ പേടിച്ച് ഈ സ്ത്രീകൾ ഇവിടെ കഴിയുന്നു. കുറെ പേർ ബന്ധുവീടുകളിലും മറ്റും ചെന്ന് താമസിക്കുന്നു. മനുഷ്യാവകാശ പ്രവർത്തകർ വരുന്ന വിവരമറിഞ്ഞ് ഇവരെല്ലാം ഇവിടെ കൂട്ടത്തോടെ എത്തിയിരിക്കുകയാണ്. തങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഇതുവരെ ആരും വന്നിരുന്നില്ല. കത്തി വരെ കൃത്രിമമാക്കി ഉണ്ടാക്കി വെച്ച ആൾക്കാരാണ്. അതുകൊണ്ട് വാളുകൊണ്ടേ വെക്കൂലെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് അവരിവിടെ തന്നെയാണ് കിടക്കുന്നത്. രാത്രി പട്ടി വരെ ഓടിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊരു മനുഷ്യരായിട്ട് പോലും ഒന്നും പരിഗണിക്കുന്നില്ല. DHRM എന്നറിയപ്പെടുന്ന ദളിത് മനുഷ്യാവകാശ പ്രസ്ഥാനത്തിന് സാമാന്യം നല്ല പിന്തുണയുണ്ട് ഈ കോളനികളിൽ. നേരത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും ശിവസേന, RSS എന്നീ സംഘടനകളുടെയും നിയന്ത്രണത്തിലായിരുന്നു ഇവർ. സംഘടനകൾ പുരുഷന്മാരെ കൂലിത്തല്ലിന് ഉപയോഗിച്ചു. ഒപ്പം ചാരായവും മയക്കുമരുന്നും. ദലിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നല്ല കുടുംബജീവിതത്തിനു വേണ്ടിയും പ്രവർത്തിച്ച DHRM വന്നതോടെ കോളനികൾ മാറാൻ തുടങ്ങി. അംബേദ്കറുടെ ചിന്തകളും ബുദ്ധമത ദർശനവുമാണ് സംഘടനയുടെ രാഷ്ട്രീയമെന്ന് അവർ പറയുന്നു. കാരണം നമുക്ക് ഈ പത്രത്തോടും മാധ്യമങ്ങളോടുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടപ്പോൾ, രാഷ്ട്രീയ പാർട്ടിക്കാരോടുള്ള പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടപ്പോഴാണ് നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഇത് കേട്ട സമയത്ത്, കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പരസ്പരം മിണ്ടാത്തൊരു സാമൂഹ്യാവസ്ഥയായിരുന്നു ഞങ്ങളുടെ വീടുകളിൽ. കാരണം അച്ഛൻ മദ്യപിച്ചിട്ട് വരിക, സഹോദരൻ കഞ്ചാവ് വലിച്ചടക്കുക, അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ക്ലാസ് കേട്ടതിന് ശേഷം എന്താണ് ഒരു കുടുംബജീവിതം, പട്ടികജാതിക്കാണ്ട കുടുംബജീവിതം എന്താ ഞങ്ങൾ പഠിച്ചത് സത്യം DHRമിലൂടെ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തേക്ക് നമ്മൾ എല്ലാ സ്ഥാപനങ്ങളും, കോടിയേരി ബാലകൃഷ്ണനായിരുന്നില്ല, എല്ലാ മന്ത്രിമാരും നമ്മൾ കണ്ടപ്പോഴും അവിടെ ചെന്നിരുന്നപ്പോൾ നമ്മളെ തീവ്രവാദികളായിട്ട് മുദ്രകുത്തിയത്. നിങ്ങൾ കാര്യം നോക്കിക്കോളും, ഞങ്ങളുടെ അടുക്കളകളിൽ ചീനി അറിയാനുള്ള ഒരു കത്തിയല്ലാതെ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നോക്കിക്കോളും. ഇപ്പം ഒരൊറ്റ പെൺകുട്ടികൾക്ക് പോലും അവരവരെ വീടുകളിൽ കിടക്കാൻ പറ്റില്ല. കാരണം എല്ലാ ആണുങ്ങളും കോടതിയിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ വീടുകളിൽ ഞങ്ങൾക്കൊക്കെ മാനത്തിന് എന്ത് സുരക്ഷയാണ്? നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാലാകാലങ്ങളിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ വീടുകളിൽ വന്ന് വോട്ട് ചോദിച്ചിട്ട് പോകും. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സുരക്ഷിതത്വമാണ് അവർ തരുന്നത്? എത്ര വിദ്യാഭ്യാസം നേടിയത് കൊണ്ടോ അല്ലെങ്കിൽ അടിച്ചോ ഇടിച്ചോ ഒരിക്കലും നമുക്ക് ഇവിടെ ഉയരാൻ പറ്റത്തില്ലെന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മൾ ഒരുമയിലെത്തി, അല്ലെങ്കിൽ ഒരു സാഹോദര്യ സ്നേഹത്തിൽ ഒരുമയിൽ ഉയർന്നെങ്കിൽ മാത്രമേ ഈ പട്ടികജാതിക്കാർക്ക് പട്ടിക്ക് തുല്യമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. ആ പട്ടിയിൽ നിന്ന് ഒരു മനുഷ്യനിലേക്ക് ഉയരണമെങ്കിൽ ഇവിടെ അറിവിൽ ഉയരണം, അല്ലെങ്കിൽ സഹോദര സ്നേഹത്തോടെ ഉയരണമെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. വർക്കല കോളനികളിലെ ഈ ജനങ്ങൾ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരാണ്. ജാതി വ്യവസ്ഥയിലും ഏറ്റവും താഴെയുള്ളവർ. ശിവസേനക്കാരാണ്. ആളിനെ നമുക്കറിയാം. അലമാര കുത്തി തുറന്ന് അതിനകത്ത് ഇരുന്ന് പൈസ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. കഴിഞ്ഞ 8 മാസം കൊണ്ട് ഏകദേശം 4450ഓളം പേരെ ഈ DHR എന്ന് പറയുന്ന സംഘടനയിൽ ചേർക്കുവാൻ സാധിച്ചു. കഴിഞ്ഞ ഇലക്ഷനിൽ അവർ മത്സരിച്ചിരുന്നു. അവർക്ക് 5000ഓളം വോട്ട് ലഭിച്ചു. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ
ഇവരെ അവിടെ നിന്നും എങ്ങനെയും പുകച്ച് പുറത്തിയടിക്കുവാൻ, പ്രത്യേകിച്ച് DHRMന്റെ പ്രവർത്തകരെ പുകച്ച് പുറത്തിയടിക്കാനുള്ള വളരെ ആസൂത്രിതമായ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ദലിത് ജനതയ്ക്ക് നിയമം ഉറപ്പു നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. അതൊക്കെ അവരെ പഠിപ്പിക്കുകയായിരുന്നു പുതിയ സംഘടന ചെയ്തത്. DHRMന്റെ പഠന ക്ലാസുകൾ ഈ കോളനികളിലെല്ലാം പതിവായി നടന്നിരുന്നു. നമുക്ക് ഒരുപാട് ഇതിൽ മാറ്റങ്ങളുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ DHRMലേക്ക് പോയത്. എന്ന് വെച്ചാൽ DHRMൽ പോകുന്നതിന് മുമ്പേ നമ്മൾ ഈ കഞ്ചാവ് കച്ചവടവും ഇവിടെ മോഷണമൊക്കെയുള്ള സ്ഥലം വരുന്നു. കഞ്ചാവ് കച്ചവടവും ചാരായ കച്ചവടവും ഇതെല്ലാം നിർത്തലാക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ നിന്ന് അവർക്ക് അധികാരം ഉള്ളതുകൊണ്ടാണ് അവർ കച്ചവടം ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ DHRMൽ പോയതിനു ശേഷം നമ്മൾ അത് കച്ചവടം നിർത്തലാക്കിച്ചപ്പോൾ അവർ പറയും നമ്മൾ തീവ്രവാദികളാണെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മളെ ഈ സംഘടന പൊളിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഈ വേലത്തരം ചെയ്യുന്നത്. ഇപ്പോഴും ഈ RSS കൂടെ വന്നതിന് ശേഷമാണ് ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞത്. പക്ഷേ എവിടെ ചെന്നിരുന്നാലും നമ്മളിലുള്ളവർ തന്നെ അവര് നമ്മൾ പട്ടികാധികാരെ തന്നെ പൈസയും കൊടുത്ത് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എവിടെ വന്നിരുന്നാലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരണം. ഇതിൽ നമ്മളെ ആൾക്കാരെ കൊണ്ട് തന്നെയാണ് ഇവർ ഇതുപോലെ ചെയ്യിപ്പിക്കുന്നത്. DHRM അടിച്ചൊതുക്കലാണ് ഇപ്പൊ അവരുടെ കൊലപാതകം ഇപ്പൊ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. DHRM എങ്ങനെ തകർക്കാമെന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകരായ BRP ഭാസ്കർ, അഡ്വക്കേറ്റ് PA പൗരൻ എന്നിവരുടെ നേതൃത്വത്തിൽ 22 പേരാണ് വർക്കലയിലെ കോളനികളിൽ എത്തിയത്. സംഘത്തിൽപ്പെട്ട ബൈജു എന്ന പത്രപ്രവർത്തകനെ ആയുധങ്ങളുമായി വന്ന ശിവസേനക്കാർ കയ്യേറ്റം ചെയ്തു. കൂടെയുണ്ടായിരുന്ന വർക്കല CIയും സംഘവും പക്ഷേ അവരെ അറസ്റ്റ് ചെയ്തതേയില്ല. ഞാനവിടെ ഒറ്റപ്പെട്ട് പോയത് കൊണ്ട് അവരെ ഒറ്റക്കൊണ്ട് പിടിച്ചു. അത് മാത്രമല്ല വേറെ ആരെ കൊണ്ടായിരുന്നു പിടിക്കുക. പോലീസ് CI അനിൽകുമാർ അദ്ദേഹത്തോട് അടി വെച്ചൊരു പോലീസോട്ട് ഒരുത്തൻ കയ്യിലെ ചങ്ങലയിട്ട് ഇരുമ്പുടിയായിട്ട് വന്നിട്ട് അവരോട് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് അവനോട് CI പോകാൻ പറഞ്ഞത്. CI